നിങ്ങൾ അതിനകത്ത് വലിയ വാശി പിടിക്കണ്ട. അതിലൊക്കെ അവരൊക്കെ തമ്മിൽ പ്ലീസ് മിണ്ടല്ലേ, അത് അവർ തമ്മിൽ പരിഹരിച്ചോളൂ. നാടോടുമ്പോൾ നടുവേ ഓടിയേ പറ്റൂ. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടേണ്ടത് ലഭിച്ചേ പറ്റൂ. അതിന് ചില നയരൂപീകരണവും നയമാറ്റങ്ങളും നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് എങ്കിൽ അത് ചെയ്തേ പറ്റൂ. അത് ചെയ്തു എങ്കിൽ അത് തെറ്റാണെന്ന് പറയാനൊക്കത്തില്ല. അത് കേരളത്തിൻ്റെ പുരോഗതിക്കാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല, നമുക്ക് അവകാശപ്പെട്ട പണം. ചില കണ്ടീഷൻസ് ആവശ്യമെങ്കിൽ അതിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു പോകാതെ കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ടത് ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാതെ അവസരത്തിനൊത്തുയർന്ന് പ്രവർത്തിച്ച് പറയാനുള്ള ഒരു ചിന്തയും ഭാവനയും വൈകിയാണെങ്കിലും ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു എങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ മാറ്റി നമ്മൾ ഈ CPI പറയുന്നത് സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നവരല്ലേ അവർ, സാമുദായിക സംവരണം പറയുന്നവരല്ലേ അവർ. ഇപ്പം എങ്ങനെ നിൽക്കുന്നു അതിനെപ്പറ്റി പറയാറുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഉള്ള ഉപകാരമാണ് വേണ്ടത്. പിന്നെ ഇതെല്ലാം ആണെങ്കിലും അവർ അണനും തമ്മിൽ യോജിച്ചു പോകും. നിങ്ങളെല്ലാം വാശി പിടിച്ച് ഇങ്ങനെ ഓരോന്ന് മൂപ്പിക്കാൻ നോക്കിയാൽ അവർ മൂക്കേല. അത് മുന്നണി മര്യാദ ആണെങ്കിൽ പിണറായി വിളിച്ച് സർ അതൊക്കെ പാസ്സാക്കി പോയി, മുന്നണി മര്യാദയൊക്കെ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അല്ല, അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഒരു അന്തർധാരയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു പോകും. അതിനകത്ത് അതൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോ കഥ പറയുന്നതല്ലേ. ഒരു അന്തർധാരയിൽ BJP സെൻറ്റർ ഭരിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നതിനോ ഇവിടെ കേരളം ഭരിക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളാണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്ത് പലതും വാങ്ങുമ്പോൾ അത് അന്തർധാരയെന്നല്ല പറയേണ്ടത്, പ്രായോഗിക ബുദ്ധി എന്നാണ് പറയേണ്ടത്. പ്രായോഗിക ബുദ്ധി കഴിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് ഇവിടെ കിട്ടേണ്ട പണം വാങ്ങണ്ടേ കുഞ്ഞേ? ഏത് സംസ്ഥ ബിനോയ് വിശ്വം പറഞ്ഞാൽ പിന്നെ തിരുത്തിക്കൊടുക്കാൻ അർഹയില്ലെന്ന്. അതൊക്കെ മാറും. എന്താ കാലഘട്ടത്തിന് വെച്ച് മാറണ്ടേ? കാലഘട്ടത്തിന് വെച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അത് അവരോട് ചോദിക്കണം. പക്ഷെ അവർ എതിർക്കുന്നേ ഉള്ളപ്പാ. അവസാനം ഇതെല്ലാം പത്തി താത്തി ഈ പിണറായിയുടെ കൂടെ യോജിച്ച് അവർ പോകും. യോജിക്കുക അതെവിടെ പോകാനാണ്? അതൊക്കെ അവരോട് ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ ഇവരോട് ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പിട്ടാലും ഒന്നും വരാനില്ലെന്നുള്ള ചിന്തയായിരിക്കും. ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ മറ്റ് കേന്ദ്ര വിഹിതം നൽകൂ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഒരു ഭീഷണി, അത് സമ്മർദ്ദം എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതൊരു ശരിയായ നിലപാടാണോ? അതെനിക്കറിയില്ല. അതൊക്കെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഓരോ ഫണ്ട് തരുമ്പോൾ അവൻ്റേതായ ഒരു പോളിസിയുണ്ട്. അപ്പോൾ ആ പോളിസി ജനങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടില്ല അതിനകത്ത്. അപ്പോൾ അവർ തരുന്ന ഫണ്ട് അവർ തരുന്നത് അറിയണമെന്ന് അവരാഗ്രഹിച്ചാൽ അല്ലാതെ തെറ്റെന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടെ ആണ് എന്ന് അറിയിക്കാൻ അവർ ആഗ്രഹിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നത് ശരിയല്ല. അതെ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഈ ബോർഡുകളെല്ലാം പിരിച്ചു വിടണം. ഈ ബോർഡുകളിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല മാത്രമാണ്. നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പരിശോധിച്ച് നോക്കിക്കോളൂ, സ്വർണത്തിന് കണക്കെടുത്തോളൂ. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സ്വർണവും മുതലും എല്ലാം കൃത്യമായി സംരക്ഷിച്ചും ഭൂമിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. ഇതെല്ലാം അപഹരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കാണാം. യോഗനാഥത്തിൽ മുഖപ്രസംഗം എഴുതിയിരുന്നല്ലോ,
വലിയ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. മറ്റേ കോടതിയിൽ കേസ് കൃത്യമായി വാദിക്കുന്നില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ SNDP യോഗത്തിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട് തന്നെയാണോ അത്? ഞങ്ങൾ ഔദ്യോഗിക നിലപാടാണല്ലോ. ഞാനടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഔദ്യോഗിക നിലപാട് തന്നെ. കാരണം ഇത് മാറണം. മാറിയ ശേഷം മാറി ഡോക്ടർ ഇങ്ങനെ കേൾക്കരുത്. കാരണം ഈ പറയുന്ന നിലപാട് മാറണം, ഈ സംവിധാനം മാറണം. ഈ സംവിധാനം മാറിയിട്ട് IAS ഇതിൻ്റെ തലപ്പത്തിൽ സീനിയർ IAS ഇരുത്തിക്കൊണ്ട് താഴെ ജൂനിയർ IAS അവസാനം RDO ഗ്രേഡിലുള്ള ആളുകളൊക്കെ വെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാകാൻ വേണം. ആ കമ്മിറ്റിയിൽ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ അനിവാര്യമാണ്. ചെയർമാനും കമ്മിറ്റിക്കാരും ഒക്കെ ജനപ്രതിനിധിക്കട്ടെ. പക്ഷെ ഫയലെല്ലാം പോയി അവസാനം ഒപ്പുവെക്കേണ്ട സാധനം വരുമ്പോൾ കൺസേൺഡ് മിനിസ്റ്റർ മുമ്പ് ഫയൽ ചെയ്യാൻ ഒപ്പിടുന്ന രീതി, അതായത് നമ്മുടെ ഇവിടുത്തെ കോഫി ബോർഡ്, കാർഡമം ബോർഡ്, കയർ ബോർഡ് ഉണ്ട് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്. ആ ബോർഡ് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു അഴിമതി കുറേയെങ്കിലും പരിഹരിക്കാൻ സാധിക്കും. ഇത് സ്വതന്ത്രമായി ബോർഡിനെ വിട്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിലത്തെ 4-5 ബോർഡുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ഈ ഓരോ ബോർഡും ഓരോ തുരുത്തായിട്ട് നിന്നുകൊണ്ട് കുറേ രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഒരു ഇടമായിട്ട് ഇത് മാറുന്നു. അവർ 2-3 കൊല്ലം ഇരുന്ന് അവർക്ക് ചെയ്യാവുന്ന എടുക്കാവുന്നതെല്ലാം എടുത്തിട്ട് അവർ പോകുന്നു. ഒരു ചുക്കൊന്നും ചെയ്യാനൊക്കുന്നില്ല. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിച്ചവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ പരാതി കോടതി അറിയിച്ചുകൊണ്ടല്ലേ ഇത് പുറത്തെങ്കിലും വന്ന്, അല്ലെങ്കിൽ വരുമായിരുന്നു. ഇതെല്ലാം ഒരു അഴിമതിയുടെ ശൃംഖല ഉദ്യോഗസ്ഥ നേതൃത്വത്തിലും നടക്കുന്നു. അതിന് രാഷ്ട്രീയക്കാരുടെ തലയിൽ വെച്ചിട്ട് മന്ത്രി രാജിവെക്കണമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയല്ല ഇപ്പം മന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, അതൊക്കെ രാഷ്ട്രീയമാണ്. സെക്രട്ടറി, അതുപോലെ തന്നെ ഈ സ്വർണം മാത്രമല്ല, ഈ ക്ഷേത്രവക ഭൂമികൾ ഏക്കർ കണക്കിന്, അതല്ല ഞാൻ പറഞ്ഞത്, ഏക്കർ കണക്ക് ഭൂമിയുണ്ട്, ഉപകരണങ്ങളുണ്ട്. അതാണല്ലോ നിങ്ങൾ അവരുടെ സ്റ്റോക്ക് രജിസ്റ്റർ എടുക്ക്. സ്വർണം മാത്രം പറഞ്ഞാൽ പോരാ, ഭൂമികൾ എന്തുമാത്രം പോയിട്ടുണ്ട്, അന്യാധീനപ്പെടുത്തിക്കൊണ്ട് എന്തുമാത്രം വിളക്കുകൾ. ഈ ഭൂമിയുടെ കണക്കൊന്നും കൃത്യമായി വിവരാവകാശ നിയമപ്രകാരം പോലും ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നില്ല. ഇല്ല, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോവാ. അതിന് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? ബോർഡ് പിരിച്ചുവിടേണ്ടതാണോ? ഇപ്പോൾ അയാൾ പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് ഈ സംവിധാനം വരെ ഒഴിവാക്കണം. ഇത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എത്തുന്ന ഒരു കാര്യമാണോ? ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്നതാണ്. ബോർഡിൽ നിൽക്കുമ്പോൾ ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും, അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ 2 കൊല്ലം ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായിട്ട് നിൽക്കുകയല്ലേ, ബോർഡ് അംഗങ്ങൾ 2 കൊല്ലം ഇരിക്കുകയല്ലേ. അവർ കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുമ്പ് ഇതെല്ലാം കൊള്ള നടത്തി കഴിഞ്ഞിരിക്കും. അല്ല, ഒന്നും മേടിച്ചില്ലെങ്കിൽ കൊണ്ട മേടിപ്പിച്ച് കൊടുപ്പിക്കുന്ന സംവിധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ ആളുകൾ. ഈ സംവിധാനം മാറണം, ഈ ഭരണ രീതിയുടെയും മാറണം. പിന്നെ പണം, കുറേ ക്ഷേത്രങ്ങളിൽ പണമുണ്ട്, കുറേ ക്ഷേത്രങ്ങൾ ദാരിദ്ര്യമാണ്. ഇതെല്ലാം ഭഗവാന് വിശപ്പില്ല, ഭക്തന് വിശപ്പുണ്ട്. ഈ രാജ്യത്ത് ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന സമ്പത്തുകളെല്ലാം തന്നെ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അതിൽ 51 ക്ഷേത്രങ്ങൾ മാത്രമേ സ്വയം പര്യാപ്തമുള്ളൂ. ബാക്കി 1200 ജീവിക്കുന്നതും പൂജ നടത്തുന്നതും ശബരിമല ഭഗവാനുള്ളതാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മലബാർ ദേവസ്വത്തിൽ ജീവിക്കാൻ പോലും ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ഒരുപാട് ജീവനക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഗുരുവായൂരാണെങ്കിൽ കോടാനുകോടി രൂപ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടിക്കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി അവിടെ ഇട്ടിട്ട് ആർക്ക് എന്ത് പ്രയോജനം? ഇതെല്ലാം തന്നെ ദേവസ്വങ്ങളെല്ലാം ഒറ്റ ബോർഡിൻ്റെ കീഴിലാക്കിയാൽ സമ്പത്തുകളുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ക്ഷേത്രങ്ങൾക്കും സമ്പത്ത് കൊടുത്തും ഇതിനെ സാമൂഹ്യമായി ജനോപകാരപ്രദമായ രീതിയിൽ ആ സമ്പത്തുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും മുമ്പോട്ട് പോയാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും, രാജ്യം വികസിക്കും, ജനങ്ങൾക്കും പ്രയോജനമായിരിക്കും.